മക്കളെ എല്ലാരും സുഖാണോ? പിന്നെ അമ്മ ബാക്കിൽ കുറച്ച് പണിത്തിരക്കിലാണ്. അപ്പൊ ഞാൻ കറി വെക്കാൻ പോണു. ഉണക്കമീൻ ചാറാണ്. ഇപ്പൊ പാൽസ്രാവ്, പിന്നെ മാങ്ങ, വഴുതനങ്ങ, തേങ്ങ അരച്ചുള്ള സ്രാവ് കറിയാണ് കേട്ടോ. ഉണക്കമീൻ സ്രാവാണ്. അപ്പൊ അതെങ്ങനെ നമുക്ക് വെച്ച് തുടങ്ങാം. അപ്പൊ എങ്ങനെയും കാണിക്കാം. നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ അത് കണ്ട് ക്ലിയർ ആയിട്ട് കണ്ട് അതേപോലെ ഉണ്ടാക്കി നോക്കും. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇന്ന് വെച്ച ഉണക്കമീൻ ചാറ് ഇന്ന് കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. നാളെ ഉണ്ടെങ്കിൽ ഇന്നത്തേക്കാളും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും നാളെ. അപ്പൊ അതിനുള്ള സാധനങ്ങളും അതെങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ കാണിക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാം കറി വെച്ചിട്ട്. വീഡിയോയിലേക്ക് സ്വാഗതം. മൺചട്ടി അടുപ്പത്ത് വെച്ചു. മൺചട്ടി അടുപ്പത്ത് ആദ്യം നമുക്ക് കടുക് വറക്കൊന്നും വേണ്ട. ആദ്യം തന്നെ നമുക്ക് സാധനങ്ങൾക്ക് ഇതിൽ ചേർക്കാം. അങ്ങനെ വഴട്ടാനോ ഒന്നും നിൽക്കണ്ട. ഇതിന് അധികം എണ്ണയൊന്നും ആവശ്യമില്ല. കടുക് വറക്കാൻ 1 ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ മതിയാവും. കടുക് വറുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഇച്ചിരി ഒഴിച്ചാലും മതി. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പാൽസ്രാവ് ഇതില് ഇങ്ങനെ മെയിനായിട്ടുള്ള ഐറ്റം നമ്മുടെ പാൽസ്രാവ് തന്നെ ചേർക്കാം. ആദ്യമായിട്ട് ഉണക്കമീൻ പാൽസ്രാവ് ചേർത്തു. പിന്നെ മാങ്ങ, ഇത് ഒരു മാങ്ങ കഷ്ണങ്ങളാക്കിയതാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇത്രയുള്ള സ്രാവിന്റെ അതേപോലെ തന്നെ കഷ്ണങ്ങളാക്കാം. ഒരു മാങ്ങ പച്ച മാങ്ങയാണ് കേട്ടോ. നല്ല പുളിയുള്ള മാങ്ങയാണ്. ഇത്രയുള്ള ചെറിയ ഉള്ളിയാണ്. എന്താ ഇത്രയുള്ള ചെറിയ ഉള്ളി ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇതില് എങ്ങനെ ഒരു 50-100 ഗ്രാം ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. അത്രയും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അളവ്. അപ്പം ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത്രയും ചെറിയ ഉള്ളി. അത് കൂട്ടിയും കുറച്ചെടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടം. നമ്മൾ വെറുതെ ചാറിൽ ചേർക്കാനുള്ളതാണ്, വഴറ്റാനുള്ളതല്ല. ഇത് നമുക്ക് ചോറിനുമ്പോ ഇതും കടിക്കാമല്ലോ. ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കാം കേട്ടോ. പച്ചമുളക് അപ്പൊ സിമ്മിലാക്കി വെക്കാം. ഇതെല്ലാം ചേർക്കണവരെ നമ്മൾ സിമ്മിലാക്കി വെക്കാം, അല്ലെങ്കിൽ അതിക്ക് വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ. പച്ചമുളക് ഇത്രയാണ് കേട്ടോ. 4 പച്ചമുളക്, 4-5. ഇത് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ചേർക്കാം. ഇഞ്ചി അധികം ചേർക്കരുത്, കുത്തൽ വരും. 1 ടീസ്പൂൺ മാത്രം ചേർക്കാം. ഉപ്പ് ഞാൻ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ ചേർക്കണത്. ഇച്ചിരി 1/4 ടീസ്പൂൺ കല്ലുപ്പാണിത്. ഇപ്പൊ ഈ സ്രാവിൽ ഉപ്പുള്ളത് കൊണ്ട് നമ്മളിപ്പോ ഉപ്പ് അധികം ചേർക്കാൻ പാടില്ല ആദ്യമേ. ഇപ്പൊ കറിയൊക്കെ എല്ലാം റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ ആ സമയത്ത് ചേർത്താൽ മതി. മഞ്ഞപ്പൊടി ഞാനൊരു 1/4 ടീസ്പൂൺ മാത്രം ചേർക്കണത്. മല്ലിപ്പൊടി ഇതില് 1 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കണ്ട കേട്ടോ. ഇതില് എത്രയുള്ളൂ അത് മതിയാവും. നമ്മള് തേങ്ങ ഇതിൽ ചേർക്കണോണ്ട് കുറച്ചുകൂടി ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ ഇതിൽ നിറച്ചെടുക്കുക. എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർക്കണം. ഞാൻ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇതിൽ നിറച്ചെടുക്കണ്ട്. മുളക് പൊടി കുറച്ചുകൂടി ചേർക്കാം. ഇത് നമ്മൾ പുളിയൊക്കെ ചേർക്കണോണ്ട് കുറച്ച് എരിവ് കൂടുതലിട്ടാലും കുഴപ്പമില്ല. അപ്പൊ കൂടുതൽ ഇച്ചിരി എരിവ് വേണം. അതായത് ഉണക്കമീൻ ചാറായാലും മീൻ കറി ആയാലും ഇച്ചിരി എരിവ് കൂടുതൽ ഇടണമല്ലോ. നമ്മൾ പുളി ചേർക്കണോണ്ട്. ഇതിന് വേവാൻ വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കാനുണ്ട്. ഇപ്പൊ ഗ്യാസ് അടുപ്പ് നമ്മൾ കൂട്ടി വെക്കാം. നേരത്തെ ഞാൻ സിമ്മിലാക്കി വെച്ചിരുന്നു. പിന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം പാകത്തിന് മാത്രം വെള്ളം ഒഴിക്കുക. കൂടുതൽ വെള്ളം ഇപ്പൊ ഒഴിക്കരുത്. നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ ഇനി വെള്ളം ഒഴിക്കാനുള്ളതാണ്. തേങ്ങ അരച്ച് ചേർത്ത് തേങ്ങയും തക്കാളി 2 ചേർത്ത് ഞാൻ അരച്ച് ചേർക്കും. അപ്പൊ ഇതൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടല്ലോ. അപ്പൊ അതിന്റെ പച്ചമണം ഒന്ന് മാറണം. പിന്നെ ഈ കഷ്ണങ്ങൾ ചേർത്തും കൂടി ഒന്ന് വെന്ത് വരണം. സ്രാവിന്റെ കഷ്ണങ്ങളും ഈ വഴുതനങ്ങ, മാങ്ങ പെട്ടെന്ന് വേവും. അപ്പൊ അപ്പോഴേക്ക് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. പടപ്പ് കൊണ്ട് അരച്ച് വെക്കാം. അപ്പൊ പെട്ടെന്ന് തിളയ്ക്കും. അപ്പൊ ഇതിന്റെ ഞെട്ട് ഭാഗം എടുക്കുക തക്കാളിയുടെ. അത് എപ്പോഴും ഞാൻ എടുത്ത് കളയും. പിന്നെ കേടുണ്ടോ സ്മെല്ലുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം അരച്ചെടുക്കാൻ. നന്നായിട്ട് അരച്ചെടുക്കുമ്പോൾ നമ്മള് തേങ്ങ കുറച്ച് മതി. കത്തിക്ക് മൂർച്ചയും കുറഞ്ഞു. ഫ്രണ്ട്സ്, ഇതെന്താ ഈ ഭാഗം ഞാൻ മുറിച്ച് കളയും.
കത്തി മൂർച്ച കുറഞ്ഞുകൊണ്ടാട്ടോ. 2 തക്കാളി ഞാൻ മിക്സി ജാറിൽ ചേർത്തു. തേങ്ങ അരമുറി തേങ്ങയാണ് ഇത് കേട്ടോ. നമുക്ക് ചാറ് വേണമെങ്കിൽ ഇങ്ങനെ തേങ്ങ അരച്ച് ചേർക്കാം. ചാറ് ആവശ്യമില്ലാത്തവര് തേങ്ങ അരച്ച് ചേർക്കണ്ട. നമ്മൾ ഇത് തന്നെ നമ്മൾ ഇട്ട സാധനങ്ങൾ തന്നെ മതിയാവും. തുറന്നു നോക്കാം. ഇതേ തിള വന്നു. അടപ്പ് കൊണ്ട് അടച്ച് വയ്ക്കുമ്പോൾ പെട്ടെന്ന് തിളയ്ക്കും. കണ്ടോ ഇപ്പൊ തിളച്ച്. ഇപ്പൊ തക്കാളി തേങ്ങയും മിക്സി ജാറിൽ ചേർത്തിട്ടുണ്ട്. ആവശ്യമുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കാം. അല്ല നൈസായിട്ട് അരച്ചെടുക്കണം. കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും തോന്നുന്നു. ഇപ്പൊ കഷ്ണമൊക്കെ വെന്ത് വഴുതനങ്ങയൊക്കെ വെന്ത് കഴിഞ്ഞു. എന്താ ഇതൊക്കെ പെട്ടെന്ന് വേവും. പിന്നെ നമുക്ക് തേങ്ങ അരച്ചത് ഒഴിക്കാം. തേങ്ങ നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അത് ചേർക്കണം. നമ്മൾ നേരത്തെ കുറച്ച് വെള്ളമല്ലേ ഒഴിച്ചുള്ളൂ. അപ്പൊ മിക്സി ജാർ കഴുകിയ വെള്ളം കൂടി ചേർക്കാം. അപ്പൊ നിങ്ങള് ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും ഇതേപോലെ ഉണക്കമീൻ ചാറ് ഉണ്ടാക്കിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഉണ്ടാക്കിയവരുണ്ടാവാം. ഈ രീതിയാണോ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയത് കമന്റ് ഇടണേ. ഞാൻ ഉണ്ടാക്കിയത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഉണക്കമീൻ കറിയാണ്. ഇത് ഏത് ഉണക്കമീനാണെങ്കിലും ഈ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ഇതിലിട്ട കഷ്ണങ്ങളും 5 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. അധികം സമയമൊന്നും ആവശ്യമില്ല. ഇനി നമുക്ക് കടുക് വറുത്ത് ചേർക്കണം. അപ്പൊ ഞാൻ കടുക് വറുത്ത് ചേർക്കുന്നുണ്ട്. കടുക് വറുത്തില്ലെങ്കിലും ടേസ്റ്റ് ആയിരിക്കും. കടുക് വറുത്ത് ചേർക്കാതിരുന്നാലും പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് വെച്ചിട്ട് കുറച്ച് പച്ച കറിവേപ്പിലും കൂടി ചേർത്ത് അടച്ചു വെക്കാം. അപ്പൊ നല്ല രുചിയാണ്. ഇപ്പൊ വെളിച്ചെണ്ണയിലാണ് കടുക് വറുക്കേണ്ടത് കേട്ടോ. ഇതൊന്ന് തിള വന്നാ മതിയാവും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉപ്പ് നോക്കല പണി. കറക്റ്റാണോ അറിയാൻ ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് നോക്കി എന്തുണ്ടാക്കുകയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് നോക്കല പണി. നിങ്ങൾക്ക് ഇങ്ങനെയാണോ? നിങ്ങൾ ഇങ്ങനെയാണോ ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് നോക്കല്? അപ്പൊ കണ്ട നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇറക്കി നമുക്ക് കടുക് വറുത്ത് ചേർക്കാം. ഈ ഉണക്കമീൻ കറി റെഡിയായി. അത് ഇറക്കി വെച്ച് നമുക്ക് കടുക് വറുത്ത് ഞാൻ ചേർക്കാം. തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇറക്കാം. മൺചട്ടി ഇറക്കി ചട്ടി ഇറക്കി വെച്ചാൽ തിളച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു തിള വരുമ്പോ തന്നെ നമ്മള് ഇറക്കി വെക്കാം. അപ്പൊ പിന്നെയും തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ചേർക്കും. മതിയാവും. ഒരു ടീസ്പൂൺ കടുക് ചേർക്കും. 2 തണ്ട് കറിവേപ്പില. കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 5-6 ചെറിയ ഉള്ളി മതിയാവും. ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ചേർക്കാം. അത് കൂടി ചേർത്ത് എനിക്ക് ഈ കൂട്ടി ഞാൻ കടുക് പൊട്ടുമ്പോൾ സിമ്മിലാക്കി വെച്ചു. ഇപ്പോൾ നമ്മൾ ഉള്ളി കറിവേപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കൂട്ടി വെക്കാം. ഇതൊന്ന് നന്നായിട്ട് വറുത്തിട്ട് ഉള്ളി ഒന്ന് കളർ മാറണം. ഉള്ളി കളർ മാറുന്നത് നന്നായിട്ട് വഴറ്റി കറിയിൽ ചേർക്കാം. മാന്തലായാലും സ്രാവായാലും ചെമ്മീനാണെങ്കിലും ഉണക്ക ചെമ്മീനാണെങ്കിലും എല്ലാം ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പൊ നിങ്ങളെല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കണേ. ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടോ എന്താന്നുള്ളത് എങ്ങനെയുണ്ട് എന്നുള്ളത് കമന്റ്സിലിടണേ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായോ? ഞാൻ ഇതിനു മുമ്പ് എന്നെ കാണിച്ചാൽ ഞാൻ കറി ഉണ്ടാക്കുന്നത് മാത്രം കാണിച്ചാൽ ഞാൻ വീഡിയോ എടുത്തിരുന്നത്. ഇപ്പോൾ എന്നെ കൂടി കാണിക്കേണ്ടത് അച്ഛൻ്റെ അമ്മയുടെ പോലെ. അതുകൊണ്ട് ഞാൻ ഇതിന് കാണിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലിടണേ. ഇത് എന്താ ചുമന്നു, ഉള്ളിയൊക്കെ ചുമന്നു. നന്നായിട്ട് അടുപ്പ് ഓഫാക്കാം. ഇനി
ഇങ്ങനെ ഒന്ന് കളർ മാറി ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് അടുപ്പ് ഓഫാക്കി നമ്മൾ കറിയിൽ ചേർക്കാം. കറിയിൽ ചേർത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ മിക്സ് ചെയ്യാൻ പാടില്ല. വേണ്ട, മിക്സ് ചെയ്യാൻ പാടില്ല. വേണ്ട, ഇങ്ങനെ തന്നെ മേളിൽ ഇട്ട് വെക്കണം. അപ്പൊ അതിന്റെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്ന വെച്ചാൽ എപ്പോഴും ഞാൻ പറയാറുണ്ട്, കറികളൊക്കെ എന്ത് വെക്കാണെങ്കിലും നമ്മള് കടുക് വറുത്തിട്ട് മേളിൽ ഇങ്ങനെ ഇട്ട് വെക്കണം. മിക്സ് ചെയ്യാൻ പാടില്ല. ചിലർക്കൊക്കെ ഇത് അറിയായിരിക്കും, പക്ഷെ അറിയാത്ത ഇപ്പോഴത്തെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, ചെറുപ്പം പിള്ളേരൊക്കെ. അപ്പൊ അവർക്കും കൂടി അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇതിൽ ഓരോ കാര്യങ്ങൾ ഞാൻ പറയുന്നത്, എടുത്തു പറയണത്. ഇപ്പോൾ അറിയുന്നവർക്കല്ല, അറിയാത്ത ചെറിയ ഇപ്പൊ കുക്കിംഗ് തുടങ്ങിയ ചെറിയ ചെറിയ പെൺകുട്ടികളുണ്ടാവും, പിള്ളേരുണ്ടാവും. അപ്പൊ അവർക്ക് അറിയാൻ വേണ്ടി. അപ്പൊ ഇതിന്റെ ഈ കടുകിന്റെയും മുരിഞ്ഞ ഉള്ളിയുടെയും കരുവേപ്പിലയുടെയും ഒക്കെ മണം മുഴുവൻ ആ ചാറിൽ ഇറങ്ങും താഴേക്ക്. മേളിൽ നമ്മൾ ഇട്ട് വെക്കുമ്പോൾ ആ മണം മുഴുവൻ അതിന്റെ താഴെ ഇറങ്ങുള്ളൂ ആ ചാറിൽ. ഇത് നമ്മൾ മൂടി വെക്കണം കേട്ടോ. മേളിൽ ആ മണം വരാതിരിക്കാനും നമ്മൾ അപ്പം തന്നെ കടുക് വറുത്ത് ചേർത്ത് അപ്പം തന്നെ ഈ അടപ്പുകൊണ്ട് അടച്ചു വെക്കണം. അപ്പോഴാണ് അതിന്റെ മണം മുഴുവൻ ആ മുരിഞ്ഞ ഉള്ളിയുടെയും മുരിഞ്ഞ കറിവേപ്പിലയുടെയും കടുകിന്റെ എല്ലാം മണം നേരെ ആ കറിയിലേക്ക് ഇറങ്ങാം. അപ്പൊ നിങ്ങൾ എന്ത് കറി ഉണ്ടാക്കണമെങ്കിലും കടുക് വറുത്തിട്ട് ചേർക്കുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെയാണ് എല്ലാ കറിയിലും ചേർക്കണത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അപ്പൊ ഈ കറി ഇനി ചോറുണ്ണുമ്പോ അച്ഛനും അമ്മയും പറയും നിങ്ങളോട് എങ്ങനെയുണ്ട്, ടേസ്റ്റ് ആണോ, ഉപ്പൊക്കെ മതിയെന്ന് അവര് പറഞ്ഞു. മോളെ എന്തമ്മ എന്താ ചെയ്യണേ? ഇതാ കറി വെക്കുവായിരുന്നു. കറി വെച്ച് കഴിഞ്ഞു. പാൽസ്രാവ് ഇട്ട് ഉണക്കമീൻ കറിയും വഴുതനങ്ങയും പണി കഴിഞ്ഞ? പണി കഴിഞ്ഞമ്മ. ഇപ്പൊ കടുക് വറുത്ത് ചേർത്തു അരച്ചു വെച്ചിരിക്കുക. അതെ, ഇന്ന് ഉണക്കമീൻ്റെ കരിയാണോ? ഇന്ന് ഉച്ചക്ക് ചോറുണ്ടായിരുന്നു. അച്ഛനെ എനിക്ക് വളരെ ഇഷ്ടമാണിത്. ചോറ് കഴിക്കുമ്പോ പറയാം. അത് ചോറ് കഴിക്കുമ്പോ ഉപ്പൊക്കെ മതിയാവും. സൂപ്പർ ആയിട്ടുണ്ട്. ഉപ്പ് എരിവൊക്കെ എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ അച്ഛാ ഓ, ഉണക്കമീൻ കറി? നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പ് എരിവ് പുളി ഒക്കെ നന്നായിട്ടുണ്ട്, കറക്റ്റായിട്ടുണ്ട്. കൊറേ ദിവസമായി ഉണക്കമീന് കരി വെച്ചിട്ട്. ഫ്രണ്ട്സ്, ഞാന് ഉപ്പ് ഇട്ടത് കണ്ടല്ലോ, ആദ്യം ഒരു 1/4 ടീസ്പൂൺ മാത്രമേ കല്ലുപ്പ് ഇട്ടിട്ടുള്ളൂ. പിന്നെ എല്ലാം ഈ സ്രാവിലിരുന്ന് വന്ന ഉപ്പാണ്. പിന്നെ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. പക്ഷെ ഇപ്പൊ അച്ഛനും അമ്മയും കഴിച്ചു നോക്കിയിട്ട് നല്ല പാകമാണെന്ന് പറഞ്ഞപ്പോ നമ്മൾ ഉപ്പ് ആദ്യമേ അധികം ഇടാൻ പാടില്ല. അടുത്ത വീഡിയോയിൽ കാണാം മക്കളെ. ബൈ.